പാറൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലത്തോരനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വാഴയില കൊണ്ടുള്ള തോരൻ വളരെയധികം ഹെൽത്തിയാണ്. ഷുഗറുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അതിനായിട്ട് ഞാനൊരു ഏറ്റവും തളിരായിട്ടുള്ള വാഴയിലാണ് എടുത്തിട്ടുള്ളത്. അത് മുളച്ച് വരുമ്പോഴുള്ള ആ ടൈപ്പ് വാഴയിലാണ് വേണ്ടത്. ഒത്തിരി കട്ടിയുള്ളതാവാൻ പാടില്ല. അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് അരിയുന്ന പോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഗ്യാസ് ഓൺ ചെയ്തൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഒരു 6-7 ചെറിയ ഉള്ളിയേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള വേണമെങ്കിലും എടുക്കാം. ഒരു ചെറിയൊരു സവാള മതി. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയിലയിൽ അതെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ഇലയാണിത്. ഇത് നമ്മുടെ ഡോക്ടർ പറഞ്ഞതാണ് ഇത് ഇങ്ങനെ വെച്ച് കഴിക്കാൻ നല്ലതാണെന്ന്. അത് നമ്മൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്തതാണ്, സക്സസ് ആയതായത്. ഇതൊന്ന് അടച്ച് വയ്ക്കാം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കാം. അതിനുശേഷം കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ കുറച്ച് തേങ്ങ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് വെച്ചതിന് ശേഷം വേവട്ടെ. കുറച്ചുകൂടെ അയിലക്കൊക്കെ ഇത്തിരി വേവുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് സാധാരണ നമ്മൾ ഇല തിന്നുന്ന പോലെ അത്ര സോഫ്റ്റായിട്ട് വരത്തില്ല. ചെറിയ നാരൊക്കെ കാണും, കുഴപ്പമില്ല. അത് അങ്ങനെ വലിയ നാരൊന്നുമല്ല, കുഴപ്പമില്ല. നല്ല രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കും. നിങ്ങളെല്ലാം ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം.